ഇനി നമുക്ക് എങ്ങനെ JAWS 2021 ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാം എന്ന് പരിചയപ്പെടാം. JAWS 2021 ഇൻസ്റ്റലേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ഡിഫൻഡർ ഓഫ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട്. രണ്ട് ആക്ടിവേഷൻ പ്രൊസീജിയറാണുള്ളത്. ഫസ്റ്റ് വൺ കീജൻ, സെക്കൻഡ് വൺ സർട്ടിഫിക്കറ്റ്. സോ കീജൻ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിഫൻഡർ ടേൺ ഓഫ് ചെയ്യണം, അത് മസ്റ്റാണ്. ഞാൻ ഡിഫൻഡർ ഓഫ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. JAWS ലഭിക്കുന്നതിനായിട്ട് ഫസ്റ്റ് ലെറ്റർ നാവിഗേഷൻ അപ്ലൈ ചെയ്യുന്നു. J പ്രസ് ചെയ്യുകയാണ്. J ഫോർ JAWS. JAWS 2021 64-bit 404. ഇതാണ് ഫയൽ JAWS 2021. ഇത് 64 ബിറ്റ് ഫയൽ ഓൺലി ആണ്. 64 ബിറ്റ് മാത്രമേ ഉള്ളൂ. നേരത്തെ കണ്ടതുപോലെ 32 ബിറ്റ് ഇല്ല. സ്റ്റെപ്പ് 1, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതുപോലെ ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നു. എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ WinRAR, WinZip, 7zip ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ WinRAR ആണ് ഉപയോഗിക്കുന്നത് എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട്. ഫോക്കസ് JAWS 2021 64 ബിറ്റ് എന്ന ഫയലിലാണ്. ഇവിടെ ഞാൻ ആപ്ലിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുന്നു. Context menu. ശേഷം എക്സ്ട്രാക്ട് ഹിയർ എന്നുള്ള WinRARന്റെ കമാൻഡ് കൊടുക്കുകയാണ്. X പ്രസ് ചെയ്യുകയാണ്. Local disk. Extracting from JAWS 2021 64-bit zip dialog. Extracting Freedist 2017 x86 x0 o'clock 00 compression ratio processed. Background button Alt B. എക്സ്ട്രാക്ഷൻ നടക്കുന്നു. വെയിറ്റ് ചെയ്യണം. Local disk E. Window items view list. JAWS 2021 64-bit 405. നമ്മുടെ എക്സ്ട്രാക്ഷൻ പൂർത്തിയായിട്ടുണ്ട്. JAWS 2021.2102.34 offline 64-bit by the power of now official Telegram channel 5 of 5. ഇതാണ് നമുക്ക് പുതിയതായിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടിയ ഫോൾഡർ. JAWS 2021 64-bit 405. ഇത് സിപ്പ് ഫയലാണ്. ഈ സിപ്പ് ഫയലാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ JAWS 2021.2102.34 offline 64-bit by the power of now official Telegram channel 5 of 5. ഇങ്ങനൊരു ഫോൾഡർ കിട്ടിയത്. ഇതാണ് നമുക്ക് ആവശ്യം. അതായത് ഈ എക്സ്ട്രാക്ട് ചെയ്തു വരുന്ന ഫോൾഡർ, പുതിയ ഫോൾഡർ. ഇവിടെ നമ്മൾ എൻ്റർ പ്രസ് ചെയ്ത് ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. Items view list. Crack 64-bit not selected 1 of 17. ഇവിടെ 17 ഐറ്റംസ് കാണാം. ഫസ്റ്റ് വൺ ക്രാക്ക് 64 ബിറ്റ് എന്ന് പറയുന്ന ഫോൾഡറാണ്. അത് നമുക്ക് ഇൻസ്റ്റലേഷന് ശേഷം മാത്രം ആവശ്യമുള്ളതാണ്. നമ്മൾ ഇൻസ്റ്റലേഷനായിട്ട് ഇവിടെയും J പ്രസ് ചെയ്യാണ്. J 2021.2102.34.400 offline x64 8 of 17. ഇതാണ് നമുക്ക് ഇൻസ്റ്റലേഷനായിട്ട് ആവശ്യമുള്ള ഫയൽ. ഇവിടെ എൻ്റർ പ്രസ് ചെയ്യുന്നു. Secure desktop. User account control dialog. User account control. Do you want to allow this app to make changes to your device? Freedom Scientific was publisher. Freedom Scientific in follow within hard drive on this computer. Show more details. No button option. യൂസർ അക്കൗണ്ട് പെർമിഷൻ യെസ് കൊടുക്കുകയാണ്. Alt Y. JAWS 2021.2102.3 unknown. Initializing JAWS setup. JAWS install window. I accept the license agreement. Checkbox not checked. Press spacebar to accept the license agreement followed by enter to begin. I accept the license agreement. Checkbox not checked. ഇപ്പോൾ നമ്മൾ യൂസർ അക്കൗണ്ട് പെർമിഷൻ യെസ് കൊടുത്തതോടുകൂടി JAWS 2021ൻ്റെ ഇൻസ്റ്റലേഷൻ വിൻഡോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയും നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഒരു ലൈസൻസ് എഗ്രിമെൻ്റ് ഉണ്ട്. ഇത് ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാനിവിടെ ടിക്ക് ചെയ്യാണ്. സ്പേസ് ബാർ പ്രസ് ചെയ്യുന്നു. Checked. ശേഷം ടാബ് കീ പ്രസ് ചെയ്യുന്നു. Install button. ഇൻസ്റ്റാൾ ബട്ടൺ. ഇവിടെ സ്പേസ് ബാർ കൊടുക്കുന്നതോടുകൂടി ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ആവും. 100 ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. JAWS install dialog. Performing JAWS install. Press escape to cancel. Progress bar. 0%, 10%, 20%, 30%, 40%, 50%, 60%, 70%, 80%, 90%. JAWS install dialog. The JAWS install has completed successfully. Close button. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, JAWS 2019 ആയാലും 2020 ആയാലും നമ്മൾ ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ കഴിയുന്നതോടുകൂടി ഈ ഒരു ഇൻസ്റ്റലേഷൻ വിൻഡോ ക്ലോസ് ബട്ടൺ കൊടുത്തിട്ട് ക്ലോസ് ചെയ്യുകയാണ് പതിവ്. അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മളോട് റീസ്റ്റാർട്ട് ഇപ്പോൾ തന്നെ വേണോ അതോ മാനുവലായിട്ട് ചെയ്യുമോ എന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വരുന്നതൊക്കെ. എന്നാൽ JAWS 2021ൻ്റെ കാര്യത്തിൽ നമ്മുടെ ആക്ടിവേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ
ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നിലവിൽ ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നില്ല. പകരം ഓൾട്ട് ടാബ് പ്രസ് ചെയ്തിട്ട് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് അതേ ഫോൾഡറിലേക്ക് പോകുന്നു. JAWS 2021.2102.34 offline 64-bit by the power of now official Telegram channel window. Status bar. നമ്മൾ ആ ഫോൾഡറിലെത്തിയിട്ടുണ്ട്. ഇനി നേരത്തെ കണ്ട ക്രാക്ക് 64-bit എന്ന ഫോൾഡറിലേക്ക് പോവാണ്. ഹോം ബട്ടൺ പ്രസ് ചെയ്യുന്നു. Crack 64-bit 1 of 17. ഇതാണ് നമുക്ക് ആവശ്യം. ഇവിടെ എൻ്റർ പ്രസ് ചെയ്യുന്നു. ആക്ടിവേഷൻ ആണ്. Items view list. Replace files not selected 1 of 4. ഇവിടെ 4 ഫയൽസ് കാണാം. ഡൗൺ, JAWS 2 of 4. JAWS ഡൗൺ, Keygen 64 3 of 4. കീജൻ ഡൗൺ, Keygen 64 4 of 4. മറ്റൊരു കീജൻ റാർ ഫയൽ. ഇങ്ങനെ 4 ഫയലാണ്. നമുക്കിവിടെ ഏറ്റവും ആവശ്യം റിപ്ലേസ് ഫയൽസ് എന്ന ഫോൾഡർ തുറക്കലാണ്. ഇതിനായിട്ട് ഹോം ബട്ടൺ പ്രസ് ചെയ്യുന്നു. Replace files 1 of 4. ഇതാണ് നമുക്ക് തുറക്കേണ്ടത്. ഇവിടെ എൻ്റർ പ്രസ് ചെയ്യുന്നു. Items view list. Activation not selected 1 of 3. ഇവിടെ 3 ഐറ്റംസ് കാണാം. ഈ 3 ഫയലും കൺട്രോൾ എ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുന്നു. കൺട്രോൾ സി കോപ്പി. ദെൻ പഴയതുപോലെ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് വരുന്നു. Desktop list. ജെ പ്രസ് ചെയ്ത് നമ്മുടെ ഫോക്കസ് JAWS 2021 എന്ന ഐക്കണിലേക്ക് കൊണ്ടുവരുന്നു. J. JAWS 2021 14 of 38. ഇതാണ് നമ്മുടെ ഐക്കൺ. ഇവിടെ ആപ്ലിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുന്നു. Context menu. ശേഷം നേരത്തെ പരിചയപ്പെട്ടതുപോലെ തന്നെ ഡൗൺ ആരോ പ്രസ് ചെയ്ത് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്നത് കണ്ടെത്തുക. എൻ്റർ പ്രസ് ചെയ്യുക. Open O. Move to OneDrive M. Open file location I. ഇവിടെ എൻ്റർ പ്രസ് ചെയ്യുന്നു. Desktop list. 2021 window. നമ്മൾ 2021-ൻ്റെ ഡയറക്ടറിയിലെത്തി. ശേഷം ആ ഫോൾഡറിൽ നിന്ന് നമ്മൾ ഓൾ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്ത എല്ലാ ഫയലും ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. കൺട്രോൾ വി. Replace or skip files. Copying 3 items from replace files to 2021 interrupted 0 complete grouping. Replace the files in the destination button. നേരത്തെ കണ്ടതുപോലെ റിപ്ലേസ് കൊടുക്കുന്നു. സ്പേസ് ബാർ. Space. 2021 window. Items view list. Activation 14 of 199. ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ് പെർമിഷൻ ഒന്നും ചോദിച്ചില്ല. നമ്മുടെ ഫയൽസ് എല്ലാം ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഓൾട്ട് F4 പ്രസ് ചെയ്യുന്നു. JAWS install നമ്മൾ ക്ലോസ് ചെയ്തതോടുകൂടി നേരെ തിരിച്ചു വന്നത് ഇൻസ്റ്റലേഷൻ വിൻഡോയിലേക്കാണ്. ആ വിൻഡോ നമുക്കിപ്പോൾ ആവശ്യമില്ല. വീണ്ടും ഓൾട്ട് ടാബ് പ്രസ് ചെയ്യുന്നു. Replace files. തിരിച്ച് നമ്മൾ റിപ്ലേസ് ഫയൽസിലെത്തി. ഇനി ഈ ഫോൾഡറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാനായിട്ട് ഓൾട്ട് ലെഫ്റ്റ് ആരോ അല്ലെങ്കിൽ ബാക്ക് സ്പേസ് പ്രസ് ചെയ്യാം. ഞാനിവിടെ ബാക്ക് സ്പേസ് പ്രസ് ചെയ്യുന്നു. Items view list. Replace files 1 of 4. റിപ്ലേസ് ഫയൽസ്. തൊട്ട് താഴെ JAWS 2 of 4. JAWS എന്ന പേരിൽ ഒരു സർട്ടിഫിക്കറ്റ് കാണാം. അതിന് താഴെ Keygen 64 3 of 4. കീജൻ 64 എന്നൊരു exe ഫയലാണ്. കീജൻ ആണ്. ആക്ടിവേഷൻ്റെ 3rd സ്റ്റെപ്പ് ഇവിടെ തുടങ്ങുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തു. റിപ്ലേസ് ഫയൽസ് എല്ലാം സെലക്ട് ചെയ്ത് ഡയറക്ടറിയിൽ പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് 3rd സ്റ്റെപ്പ് ഈ കീജൻ റൺ ചെയ്യാനായിട്ട് എൻ്റർ പ്രസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ നേരത്തെ ഡിഫൻഡർ ഓഫ് ചെയ്യാൻ പറഞ്ഞത്. കീജൻ റൺ ചെയ്യണമെങ്കിൽ ഡിഫൻഡർ ഓഫ് ചെയ്തേ പറ്റൂ. നമ്മൾ ഡിഫൻഡർ ഓഫ് ചെയ്തു. എന്തായാലും കീജൻ റൺ ചെയ്യാണ്. ഇതാണ് കീജൻ ഫയൽ. ഫോക്കസ് നോക്കാം. Keygen 64 list item focused selected 3 of 4. കീജൻ 64. ഇവിടെ എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. Secure desktop. User account control dialog. User account control. Do you want to allow this app from an unknown publisher to make changes to your device? Key general of the publisher. Unknown follow within. Hard drive on this computer. Show more details. No button open. യൂസർ അക്കൗണ്ട് പെർമിഷൻ ആണ്. യെസ് കൊടുത്താലേ മുന്നോട്ട് പോകാൻ പറ്റൂ. യെസ് കൊടുക്കുകയാണ്. ഓൾട്ട് Y. Crack 64-bit window unavailable. Yes, master. സക്സസ്. ഇവിടെ ഒരു ഡയലോഗ് കിട്ടും. യെസ് മാസ്റ്റർ. അതായത് ഈ കീജൻ Landscape. റണ്ണിങ് സക്സസ് ആണ്. System Guided. restart requested dialog. JAWS installation requires your system to be JAWS startup wizard dialog. അതായത് ഈ കീജൻ റണ്ണിങ് സക്സസ് ആണ്. ഇവിടെ നിലവിൽ JAWS ഓപ്പണായി വന്നിട്ടുണ്ട്. നമുക്ക് തൽക്കാലം JAWS ക്വിറ്റ് ചെയ്യണം. Restart requested dialog. Space. JAWS quit JAWS dialog. Are you sure you want the cancel button? OK button. Space. Press available. Landscape. ഞാൻ JAWS ക്വിറ്റ് ചെയ്തു. നമ്മൾ കീജൻ റൺ ചെയ്ത് വന്നപ്പോഴേക്കും JAWS ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആയി. ശേഷം നമ്മളോട് ചോദിച്ചത്
റീസ്റ്റാർട്ട് തന്നെയാണ്. റീസ്റ്റാർട്ട് ചെയ്യണം. മാനുവലായിട്ട് ചെയ്യുന്നുണ്ടോ അതോ ഇപ്പോൾ തന്നെ ചെയ്യുകയാണോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നോ കൊടുത്തു. ശേഷം ആക്ടിവേഷൻ്റെ അടുത്ത സ്റ്റെപ്പ് സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. JAWS 2 of 4. ഇതാണ് സർട്ടിഫിക്കറ്റ്. ജോസ് എന്ന പേരിൽ തന്നെയാണ് ഇവിടെ സർട്ടിഫിക്കറ്റ് ഉള്ളത്. ഇവിടെ ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്യുന്നു. അതായത് ഈ സർട്ടിഫിക്കറ്റിൽ ഫോക്കസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ കീ പ്രസ് ചെയ്യുന്നു. Context menu. കോണ്ടെക്സ്റ്റ് മെനു. ദെൻ ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ സർട്ടിഫിക്കറ്റ് കിട്ടും. Open O. ഓപ്പൺ. Install certificate I. ഇൻസ്റ്റാൾ സർട്ടിഫിക്കറ്റ്. ഇവിടെ എൻ്റർ പ്രസ് ചെയ്യുന്നു. Crack 60 certificate import wizard. Store location grouping. Current user radio button checked Alt C. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ 2019-2020 ആക്ടിവേഷൻ പരിചയപ്പെട്ടപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാം സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നാൽ JAWS 2021 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. സെലക്ഷനിലൊന്നും മാറ്റം വരുത്തേണ്ടതില്ല. എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നിൽക്കട്ടെ. ടാബ് പ്രസ് ചെയ്യുന്നു. നിലവിൽ കറണ്ട് യൂസർ റേഡിയോ ബട്ടണാണ്. സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. ടാബ് പ്രസ് ചെയ്യുന്നു. Next button navigates to the next page. Alt N. നെക്സ്റ്റ് സ്പേസ് Space. Pressed. Automatically select the certificate store based on the type of certificate. Radio button checked Alt U. ഇവിടെയും മാറ്റം വരുത്തേണ്ടതില്ല. നെക്സ്റ്റ് Next button navigates to the next page. Alt N. ഇവിടെ സ്പേസ് കൊടുക്കുന്നു. Space. Pressed. Unavailable. You have specified the following settings. List. Certificate store selected. Automatically determined by the wizard 1 of 2. ഇവിടെയും യാതൊരുവിധ മാറ്റവും വരുത്തേണ്ടതില്ല. ടാബ്. Finish button completes the wizard. Alt F. ഫിനിഷ് ബട്ടൺ. Space. Crack 64-bit with certificate import wizard dialog. The import was successful. OK button. സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ട് വിസാർഡിൻ്റെ ഒരു ഡയലോഗ് ബോക്സ് വന്നു. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ട് സക്സസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓക്കെ ബട്ടൺ കൊടുക്കുകയാണ്. Space. Crack 64. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റലേഷൻ ആൻഡ് ആക്ടിവേഷൻ പ്രൊസീജിയർ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ് JAWS 2019, 2020, 2021 എന്നീ വെർഷനുകളുടെ ഇൻസ്റ്റലേഷൻ ആൻഡ് ആക്ടിവേഷൻ പ്രൊസീജിയർ. ഇനി നമുക്ക് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. നേരത്തെ നമ്മളോട് റീസ്റ്റാർട്ട് ചോദിച്ചിരുന്നു. നമ്മളപ്പോൾ നോ ആണ് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വിൻഡോ ക്ലോസ് ചെയ്യാണ്. JAWS install window. dialog. Close button. The JAWS install has completed successfully. Close button. സർട്ടിഫിക്കറ്റ് കൂടി ഇൻസ്റ്റാൾ ചെയ്ത ശേഷം മാത്രമേ ഈ ഒരു ഇൻസ്റ്റലേഷൻ വിൻഡോ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ. അത് JAWS 2021 ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ. ഞാനിപ്പോൾ സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്തു. ഇത് ക്ലോസ് ചെയ്യാണ്. JAWS setup information window. dialog. Yes button. The setup has made changes that require you to restart your computer. Would you like to restart now? Yes button. റീസ്റ്റാർട്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ റീസ്റ്റാർട്ട് കൊടുക്കുകയാണ്. സിസ്റ്റം റീസ്റ്റാർട്ടായി വരുന്നതോടുകൂടി നമ്മുടെ JAWS 2021 ഇൻസ്റ്റലേഷൻ ആൻഡ് ആക്ടിവേഷൻ പൂർണ്ണമായും കംപ്ലീറ്റ് ആവും. ഇത്രയുമാണ് JAWS 2021 ഇൻസ്റ്റലേഷൻ ആൻഡ് ആക്ടിവേഷൻ എന്ന ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത്. താങ്ക് യു.